പ്രദേശം നിശ്ചലമായിരുന്നു, നിശബ്ദമായിരുന്നു. ഒരു കാലത്ത് പെരുമയുടെയും വളർച്ചയുടെയും പര്യായമായിരുന്ന ആ നഗരം ഇന്നൊരു നാടോടി കഥയിലെ വിദ്യാനഗരം മാത്രമായി. ദേശവാസികൾ പല ഭാഗങ്ങളിലായി ചേക്കേറി. പക്ഷെ ഇന്ന് ഒരു അശരീരി മുഴുകി. മുളങ്കാട്ടിലൂടെ വന്ന കാറ്റിന്റെ മുളലോ തീരം പുൽകുന്ന തിരയുടെ ഒളിയോ ആയിരുന്നില്ല അത്. അത് മുഴങ്ങിയത് ചിലരുടെ ഉള്ളിലാണ്. അതൊരു ആജ്ഞയോ അപേക്ഷയോ ആയിരുന്നില്ല. നിങ്ങൾ വരണം, എവിടെ തുടങ്ങിയോ അവിടേക്ക് നിങ്ങൾ മടങ്ങി വരണം. ആരാണത് പറഞ്ഞത്? എന്തിനാവും പറഞ്ഞത്? ആരും ചോദ്യം ചെയ്തില്ല. നിയോഗം അവർക്ക് വഴികാട്ടി. ചിലർ ദിവസങ്ങൾ, ചിലർ മാസങ്ങൾ യാത്ര ചെയ്തു. പക്ഷെ എല്ലാവരും അവിടെ എത്തിയത് ഒരുമിച്ചാണ്, പല തലമുറകൾക്ക് ശേഷം. തികച്ചും അപരിചിതർ. പക്ഷെ അവർക്ക് അവർ പോലും അറിയാത്ത ഒരു നിയോഗമുണ്ട്. അവൻ പറഞ്ഞു, അവർ വന്നു. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തി ഗൈസ്. അതെ, നമ്മുടെ സ്വന്തം കെമിക്സിൽ തന്നെ ഗൈസ്. കെമിക്സിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ 2-3 പേരെയല്ല 10-15 പേരെ കാണാനില്ലെന്ന്. അവരെവിടെ പോയിന്ന് കണ്ടുപിടിക്കാൻ വന്ന ഡിറ്റക്റ്റീവാണെന്ന് ഞാൻ കണ്ട ഒരു ലുക്കില്ലെന്നുള്ളൂ. ഞാൻ ഡിറ്റക്റ്റീവാണ് ഗൈസ്. എൻ്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ട്. അവരും കൂടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തോ അവർ വരാൻ ലേറ്റ് ആവുമായിരിക്കും. കണ്ട, ഇവിടെ മൊത്തം എന്തൊക്കെയോ ഇത് മരത്തിലെന്തോ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മരം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. എന്തോ ബുക്ക് ഇരിക്കുന്നുണ്ട്. ഇത് അവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കുറച്ച് എന്തായാലും ഓടി നടന്ന് കണ്ടു. നിങ്ങളെന്തായാലും റീപ്ലേ മോഡിൽ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അവിടെ ഹോട്ട് എയർ ബലൂണോ നമ്മളിവിടെ ഹോട്ട് എയർ ബലൂണല്ല. എന്ത് കണ്ടാലും ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മൾ ഇവിടെ അന്വേഷിക്കാൻ വന്നവരാണെന്ന്. നമ്മളിവിടെ ഇത് ഭംഗിയൊന്നും കണ്ട് ആസ്വദിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയും. എന്നാലും ഈ ഭംഗിയൊക്കെ കണ്ടാൽ എങ്ങനെ വില്ലേജറിനല്ലെന്ന് ഇവിടുത്തെ ഷെഫ്. ഹായ് ഹായ്. ഇവിടെ നല്ല ഷെഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി മൊത്തം ഇവിടുന്ന് ഫുഡ്. പക്ഷെ ഇവിടെ ഫുഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അയണോ? അയൺ ഞാനെങ്ങനെ തിങ്ങും? ഞാൻ ഇരുമ്പ് തിങ്ങിന് ഇരുമ്പ് മനുഷ്യനൊന്നല്ല. ഇവിടെ ഒരു ഇരുമ്പ് മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നോട്ടെ. നമുക്ക് എന്തായാലും വാതിൽ തുറന്നിടാണ്ട് നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. പിന്നെ ഇത് ഇവിടെ ഹോട്ട് എയർ ബലൂൺ. ഇത് ഹോട്ട് എയർ ബലൂണല്ല, ഹോട്ട് എയർ ഷിപ്പാണ് ഇത്. അവിടെ എന്തോ 2 ബോട്ടും കാര്യങ്ങളും കിടക്കുന്നു. എല്ലാം സസ്പീഷ്യസ് ആണ്. ഇതെന്തിങ്ങനെ ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് പറയാൻ പറ്റില്ല ഗൈസ്. ചിലപ്പോൾ ഞാൻ തുറക്കുമ്പോൾ വല്ല TNT നിന്ന് പൊട്ടും. അതുകൊണ്ട് വേണ്ടെന്ന് എനിക്കതൊന്നും അറിയണ്ട. നല്ല സൂര്യൻ താന്നു തുടങ്ങി. നമുക്ക് രാത്രിയായി ഗൈസ്. ഇവിടെ ഇത് പഞ്ചായത്താന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവിടെ പോയി കിടന്നുറങ്ങാം. ഇവിടെ 2 കസാര എന്തൊക്കെയോ ഉണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. എന്താ 2 ടീച്ചർമാരുടെ ക്ലാസ് എങ്ങനെയാണോ? ഓക്കെ, അതെ 2 ടീച്ചർമാരുണ്ടല്ലോ. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവർ അവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ ബെഡും കാര്യങ്ങളൊന്നുമില്ല. അത് മോശമായിപ്പോയി. ഓക്കെ, അതെ ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ നമുക്ക് കിടന്നുറങ്ങാം. ഫസ്റ്റ് നൈറ്റാണ്. ഓക്കെ, ഇഷ്ടപ്പത്തി നമുക്ക് സ്വീറ്റ് ഡ്രീംസിൻ്റെ അച്ചീവ്മെൻറ്റും കിട്ടി. നമുക്കപ്പോൾ എന്തായാലും രാവിലെ ആവട്ടെ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ബൈ ദ വൈ നമ്മുടെ കൂടെയുള്ള ഒരു കാര്യം വന്നിട്ടില്ല. വിജയ് ബ്രോ അങ്ങനെ കുറച്ച് പേരും കൂടി വരാനുണ്ട്. അവരൊക്കെ വന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഗൈസ്. ഇത് കൊള്ളാല്ലേ? പൂക്കൾ എഴുതി പൂക്കൾ. ഇവിടെ വെച്ച് 2-3 ഫോട്ടോസൊക്കെ എടുക്കാമല്ലേ? പക്ഷേ ഞാൻ സിംഗിൾ ഫോട്ടോ എടുക്കേണ്ടി വരും. നമ്മുടെ കൂടെ ആരുമില്ലെന്ന്. വിജയ് ബ്രോ അവരൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം.
വിജയ് ബ്രോ വന്ന്. ബട്ട് നമ്മുടെ വേറൊരു പുള്ളിയും കൂടി വരാനുണ്ട്. അതൊക്കെ സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ. പുള്ളിയും കൂടിയും വന്നിട്ട് വേണം നമ്മുടെ പരിപാടി മെയിനായിട്ട് തുടങ്ങാൻ. OBS ചതിച്ചതാ, എൻ്റെ സൗണ്ട് കുറവാ. ഓ വിജയ് ബ്രോ, ഓ കറക്റ്റ് ടൈമിലാണ്ടാ വന്നത്. അയ്യോ സ്കെലട്ടൻ പുറയില് രക്ഷിച്ചു. നല്ല തുടക്കം. ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ളതിൽ ഒരാൾ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മ രണ്ടുപേരും കൂടി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണോ? പുള്ളി പതുക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല അല്ലെങ്കിലും മടിയനാ, പുള്ളി പതുക്കെ വരും. നമുക്കൊന്ന് പതുക്കെ ഇവിടെ സ്ഥലമൊക്കെ കാണാം. എവിടെ സ്ക്രിപ്റ്റഡ് അല്ലട്ടാ, കറക്റ്റ് ടൈം വന്നാണ്. എവിടെ പുള്ളിനെ കാണാല്ലേ? ഹലോ ഹലോ ബ്രോ. ആ ഡിസ്കോഡില് ഇട്ടിട്ടില്ലല്ലോ. ഹലോ, ഇങ്ങോട്ട് ഓടിപ്പോയി. ഈ മല്ലു ഗെയിമറിനെ വെച്ചാണ് നമ്മ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വന്നിട്ട് ഇപ്പൊ പുള്ളിനെ ഞാൻ അന്വേഷിച്ചെടുക്കേണ്ട അവസ്ഥയായി തോന്നുന്നു. ബ്രോ പുള്ളി എന്നാ ഓടട്ടെ. ബ്രോ ഇങ്ങോട്ട് പോവാ. ഞാൻ ഒരു സ്ഥലം ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഓടാൻ പറ്റില്ല. ഓടാൻ പറ്റില്ലേ? നേരത്തെ തന്ന മീൻ വറുത്തതൊക്കെ കഴിച്ചതാ. ഇനി മീനെ പിടിക്കുന്നു. കുറച്ച് മീനെ കഴിക്കല് കൊടുന്നു. വാ ബ്രോ, ബ്രോയ്ക്ക് മരം വെട്ടണമെങ്കിൽ നിക്ക്. ഇവിടെ ഒരു ബോട്ട്. ഈ ബോട്ടിൽ കയറി. അയ്യോ ഇവിടെ ബാക്കിലുള്ള തുണി പറക്കുന്നു. അവിടെ എന്തെങ്കിലും കുരിശ് കാണുന്നുണ്ടോ? എവിടെയായിട്ടാണ്? മരം വെട്ടാൻ വന്നതാ. അവിടെ എന്തോ കുരിശ്. ബോട്ടെടുക്കണല്ലേ? ബോട്ടെടുത്തു. അതാ ബ്രോ ഇവിടെ കുരിശ്. എന്തോ ഒരു ദുരൂഹത ഉണ്ട് ഇവിടെ. സംതിങ് ഈസ് റോങ്. അതാ മുട്ടയും കിട്ടി. കൂടോത്രം എനിക്ക് വേണ്ട, ബ്രോയുടെ കയ്യിലിരുന്നോട്ടെ. അതാ വീണ്ടും. ഇതൊക്കെ ആരാണ് ബിൽഡ് ചെയ്ത് വെച്ചതാവോ? ഞാനല്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൈനിങ്ങിന് വരുന്നു. നല്ല ഇരുട്ട, വേണ്ട. അതെ ബ്രോയ്ക്ക് മരം വെട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മരം വെട്ടിക്കോ. ഇഷ്ടംപോലെ വെട്ടിക്കോ. ഒരു മിനിറ്റ്. വിജയ് ബ്രോ പാവും മരം വെട്ടുന്നു. അങ്ങോട്ട് നോക്കിയേക്കാം ഗൈസ്. അവിടെ ഇരിക്കാണ്ട് കുറച്ചാണെങ്കിൽ പണി എടുക്കൂ. എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. ലീവ്സ് ഒറ്റടിക്ക് വീഴുമല്ലോ. അതാണ് ഇവിടെ വൈബാണ്. ഈ സാപ്ലിങ് എടുത്തു നോക്കാം. അവിടെ നട്ടു. കണ്ടിട്ട് ഏതൊരു മൃഗസ്നേഹിയുടെ ഞാൻ നേരത്തെ കയറിയുണ്ടായി. അപ്പൊ കൊറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലിസ്റ്റിലുള്ള ആരുടെയും വീടാണോ? ആണാണ് മിത്തിക്കൽ ബീറിന്റെ.
അതല്ല ബ്രോ, ഇവിടെ കരടി മൊയിൽ അങ്ങനെ ഇവിടെ കുറേ മൃഗങ്ങൾ മനുഷ്യന്മാർ കുറേ പേരുണ്ട്. സംതിങ് നോക്ക് നോക്ക്, തവള, പൂച്ച, മീൻ, കുതിര. ഈ കുതിരനെ കൊണ്ടായാലും എല്ലാം ഉണ്ട്. അല്ല ഭംഗി. എനിക്ക് ചേരണില്ലേ? ആ വേണ്ട, ഇത്തവണത്തേക്ക് എടുക്കുന്നില്ല. പാവങ്ങള് വീട്ടിൽ വന്ന് കിട്ടും. എവിടെയാണ് ബിൽഡ് ചെയ്യേണ്ടത്? നമുക്ക് ഇത് ഇവിടെ ചെയ്യില്ലേ, ഇവിടെ 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 ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതൊരു വീട് പോലെ ആക്കണ്ടല്ലോ, ഒരു ലോബി പോലത്തെ സ്ഥലമൊക്കെയാ പോരെ? അതാണ് 1 2 നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ബിൽഡ് ചെയ്തോ. ആദ്യം നോക്കാൻ പോകും, നമുക്ക് ആദ്യം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭംഗി നോക്കാം. സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തറ അധികം വുഡ് ചെലവാക്കണ്ട. അതാണ്. എന്നാ ബ്രോ ഞാൻ ഈ ചെസ്റ്റ് വെച്ചേക്കാം, ഈ ചെസ്റ്റ് എന്തെങ്കിലും വേണം എടുത്തോട്ടോ. ആ എന്താണ് എടുത്തു. ഞാൻ വന്നു. ഓ ഇല്ലാടി പൈസ 3 ചെയറൊക്കെ ഉണ്ടല്ലോ. ആ സെന്റർ കാണുന്ന സീറ്റ് എന്റെ ഉണ്ടോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇവിടെ 2 സീറ്റ് ഉണ്ട്, ഒരെണ്ണത്തിൽ ഞാൻ ഇരുന്നുണ്ട്. അപ്പോൾ ഞാനും വിജയ് ബ്രോയും കൂടി നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നൊന്നും നമുക്ക് പറയാം. കിടച്ചിട്ടേക്കായിരുന്നു കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓൾമോസ്റ്റ് പകുതിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു രീതിയിലാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തത്. നമ്മൾ OP ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബിൽഡ് ചെയ്യും അല്ലേ ബ്രോ? അതെ അതെ. അതെ ഇതിപ്പോ ഈ ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാലോ. അതാണ്. ആദ്യം അവൻ്റെ തല കെട്ടി. എന്നാ ബ്രോക്കിൻ്റെ തല വേണമെന്ന് പറഞ്ഞ് ബ്രോ തല എടുത്തു. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്ത് വീടല്ലല്ലോ, ഇതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ഞാനും വിജയ് ബ്രോയും ഇപ്പോൾ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പതുക്കെ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ ബ്രോ? അതെ, അവർ വന്നിട്ട് വേണം ഇനി ഈ കെമിക്സിന്റെ അൺസോൾവ്ഡ് ആയിട്ട് കിടക്കുന്ന പ്ലെയേഴ്സിന്റെ മിസ്റ്ററി നമുക്ക് കണ്ടുപിടിക്കാൻ. അതെ അതെ, അന്വേഷിക്കണം. എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് നോക്കാല്ലേ, എല്ലാരും ബേസിലേക്ക് പോയി. ഇതിന്റെ പിന്നിൽ ആരാണെന്നാണോ? എനിക്ക് കുറച്ചൊരു സംശയം ഉണ്ട്. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ ഇന്നത്തെ എപ്പിസോഡ്? അതായിരിക്കും നല്ലത്. അതാണ് അവിടെ നമ്മൾ അതാണ് നമ്മൾ പഞ്ചായത്തിന്റെ നേരെ തന്നെയാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്താണ്. മിക്കപ്പാറും അതാണല്ലേ പഞ്ചായത്ത്. അതാണ് പഞ്ചായത്ത്, സ്പോണായ സ്ഥലം അതാണ്. അയ്യോ കൊറേ റോട്ടം വിളിച്ചു പൊടി. പിന്നെ അവിടെ വീടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഒരു ക്രീപ്പർ വന്നിട്ടാ എവിടെ വിളിക്കാണ്ടിരിക്കട്ടെ. ഇവിടെ കിടന്നു. ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ചു പൊട്ടിക്കുക. കെമിക്സിൻ്റെ അടുത്ത വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. പിന്നെ ഇത് വിജയ് ബ്രോയുടെ ചാനലും കൂടി എല്ലാവരും ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരെല്ലാവരും ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ 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 ബൈ. സബ്സ്ക്രൈബ്.